ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടെലിഗ്രാമിൽ എങ്ങനെയാണ് ഫേക്ക് നമ്പർ വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കും, അതെല്ലാം അലവ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെ താഴത്തായിട്ട് സൈനപ്പ് എന്ന ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചുമ്മാ ഒരു ID പോലെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്തു. ഞാൻ അവിടെ ചുമ്മാ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്പർ യൂസ് ചെയ്യുക, എന്നിട്ട് ലോഗിൻ അടിക്കുക. ലോഗിൻ അല്ല, സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇത് റീട്രൈ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ 2-3 വട്ടം ട്രൈ ചെയ്യുക. ഞാൻ അവിടെ മുന്നേ ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടി. ഇതേപോലെ റീട്രൈ ഒന്നും വന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർത്തി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം യൂസ് ചെയ്ത് ഞാൻ ടെലിഗ്രാം ഉപയോഗിച്ചതാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇതേപോലെ കുറച്ച് സമയം എടുത്ത്. ഈ ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ സ്റ്റെപ്പാണ്. ആദ്യം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പെർമിഷൻ അലവ് കൊടുക്കുക. പിന്നെ നമ്മൾ ലോഗിൻ ടു സൈനപ്പ് ഉണ്ടാവും, സൈനപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ യൂസർ നെയിം, പേരും നമ്പർ വെച്ചിട്ട് കൊടുക്കുക. അതേപോലെ പാസ്വേഡും സെറ്റ് ചെയ്യുക. ഇത് വെച്ചിട്ട് നമുക്ക് രണ്ടാമത് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ നമ്പർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇല കൊടുക്കുക. നമ്മുടെ നമ്പർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. ഈ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ നമ്പർ. അതിൽ ഫസ്റ്റ് 3 അക്കം കൺട്രി കോഡാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നോക്കാം. 100% വർക്കിംഗ് ആണ്. ഞാൻ അതിനായിട്ട് ടെലിഗ്രാം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ആദ്യം കോപ്പി ചെയ്യാം. അവിടെ സെറ്റിങ്സിൽ നമ്പർ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി ആ നമ്പറിന്. അപ്പോൾ ഈ ഫസ്റ്റ് 3 അക്കം നമ്പർ ഒഴിവാക്കി ബാക്കിയുള്ള നമ്പർ കോപ്പി ചെയ്താൽ മതി. ആ 3 അക്കം 380 എന്നുള്ള കൺട്രി കോഡാണ്. അപ്പോൾ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടെലിഗ്രാം ഓപ്പൺ ചെയ്യണം. ടെലിഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കൺട്രി കോഡ് അടിക്കുക 380. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോപ്പി ചെയ്ത നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇത് വെരിഫിക്കേഷൻ കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വന്നിരിക്കും. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് OTP കിട്ടുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. പിന്നെ ഈ ഒരു നമ്പർ വെച്ചിട്ട് ഞാൻ വാട്സപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് വരുന്നില്ല, പക്ഷേ ടെലിഗ്രാമിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ VPN ഒന്നും യൂസ് ചെയ്യാണ്ടാണ് ഈ ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കണത്. ഇനി തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ VPN ഓൺ ആക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിവിടെ കോഡ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 78691. ഓക്കെ, ഇനി ഫസ്റ്റ് നെയിമും അതുപോലെ ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അക്കൗണ്ട് ഇതേപോലെ ഫേക്ക് ID എടുക്കുന്നവർ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്തായാലും സെറ്റ് ചെയ്യുക. അത് സെറ്റിങ്സിൽ പോയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിട്ട് കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫേക്ക് ID ഉണ്ടാക്കാൻ അറിയാത്ത നിങ്ങളെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.